ഹായ് പ്രിയപ്പെട്ടവരെ, വീണ്ടും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഫാമിൽ പോയില്ലേ, അതിൻ്റെ ബാക്കി വീഡിയോസാണ് കേട്ടോ. അതിൻ്റെ തൊട്ടൊക്കെ അടുത്തായിട്ട് ഒരു ചെറിയ പാർക്കുണ്ട് കേട്ടോ, പിള്ളേർക്ക് വേണ്ടിയാണ്. എൻ്റെ മോനെ എന്തിനാണ് വന്നതെന്ന് എനിക്കും അറിഞ്ഞുകൂടാ ഈ മഴയത്ത്. ബിക്കോസ് മുഴുവൻ വെള്ളമാണ്, മുഴുവൻ വെള്ളം. നോക്കി, ഒരെണ്ണത്തെ പോലും കയറി ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ പരിശോധിക്കുകയാണ്, എവിടെയെങ്കിലും വെള്ളം പറ്റാത്ത പിള്ളേർക്ക് കളിക്കാനും പറ്റിയ സ്ഥലമുണ്ടോ എന്ന് നിങ്ങൾ തപ്പുകയാണ് കേട്ടോ. അവിടെ ഒരിടത്തും ഇല്ല. ബാക്ക്ഗ്രൗണ്ടിൽ പൂച്ചയുടെ ഗുരുഗുരു ശബ്ദം. അങ്ങനെ മുകളിലോട്ട് നോക്കിയപ്പോൾ ഇതേ പ്ലാവെ ചക്ക നിൽക്കുന്നു. അങ്ങനെ പറഞ്ഞ് തല വീണ് കഴിഞ്ഞ് തീർന്നല്ലോ എന്ന് കരുതി പിന്നെ അവിടെ നിന്ന് മാറുന്നു കേട്ടോ. അല്ലെങ്കിൽ ചക്കയായിട്ട് തിരിച്ച് വേണ്ടി വരും. അങ്ങനെ തപ്പി കണ്ടുപിടിച്ചതേ ഒരു കറങ്ങുന്ന സംഭവം കിട്ടി. അതൊക്കെ പിന്നെ തൂത്തിട്ട് പിള്ളേരെ അവിടെ കയറ്റി ഇരുത്തി. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. ചെറിയ കൊച്ച് നേരത്തെ വന്ന് കയറിയിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ ആദ്യമായിട്ടാണ്. ഇത് കുതിര കണ്ടോ, അതും തുടച്ചിട്ട് അതൊക്കെ കയറ്റിയിരുത്തി കേട്ടോ. കുട്ടികൾക്ക് എപ്പോഴും ഇതൊക്കെ ഒരു രസമല്ലേ അല്ലേ. പിന്നെ അത് സ്പീഡൊന്നുമില്ല, പതുക്കെ ഇറങ്ങത്തുള്ളൂ. അതുകൊണ്ട് ചെറിയ പിള്ളേർക്ക് കയറിയിരിക്കാൻ എളുപ്പമുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരും കേട്ടോ. ഇതിങ്ങനെ കയറുന്നൊരു സാധനം കണ്ടോ, എന്തുവാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിഗാലാൻഡിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിരുന്നേ. അതിൻ്റെ മുകളിൽ കയറുകയും ചെയ്തു. ഭയങ്കരമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൊച്ചിനെ കളിയാക്കുകയാണ്, അവൾക്ക് പേടിയെന്ന് പറഞ്ഞ്. നല്ല ആഗ്രഹ കണ്ടോ, ഇങ്ങനെ ഓർന്ന് വരുമ്പോൾ നേരെ വെള്ളത്തിൽ വന്ന് വീഴും. നോക്കൂ, ഇതാണ് അവസ്ഥ. നാക്ക് വെള്ളത്തിലാണ് കിടക്കുന്നത്. അങ്ങനെ ചെറിയ പിള്ളേർക്ക് എന്തെങ്കിലും പറ്റിയ സാധനം ഉണ്ടോ നോക്കി വന്നപ്പോൾ ഇത് ആടുന്ന ഒരു ഊഞ്ഞാൽ കെട്ടി. അത് ഇങ്ങനെ പിള്ളേർ പുറകോട്ടൊക്കെ വീഴാതിരിക്കാൻ വേണ്ടി സെറ്റിങ്സൊക്കെ ഉള്ളതാണ് കേട്ടോ. നമ്മുടെ കിടന്ന സെയിം അല്ലേ മോഡല്. വീട്ടിലേ ഇതുപോലെ ഒരു പഴയ കസേര കിടപ്പുണ്ട് മുറ്റത്ത് കേട്ടോ. ഉപയോഗശൂന്യമായതാണ്, എന്നാൽ വെറുതെ ഇട്ടിട്ടുണ്ട്. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ ഒരു കാര്യം, എവിടെ പോയാലും നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്താണ് അടുത്ത പരിപാടി എന്നൊക്കെയുള്ള ചർച്ചയിലാണ് ഞങ്ങൾ. ഇനിയിപ്പോൾ എല്ലാവർക്കും വിശപ്പൊക്കെ തുടങ്ങി, അതുകൊണ്ട് പതിയെ ഇറങ്ങി പോകാമെന്ന് കരുതി കേട്ടോ. പിന്നെ ഇതുണ്ട് ഒരു കപാടും, ഇതിനകത്തോടെ വേണം നമുക്കത് ഇറങ്ങിപ്പോവാൻ. അപ്പോൾ നമ്മൾ കയറി വന്ന സ്ഥലത്ത് തന്നെ എത്തും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കയറി വന്നപ്പോൾ കണ്ട ഒരു പോത്ത് അവിടെ നിൽപ്പുണ്ട്. അതിൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ. അങ്ങനെ കുറച്ച് സെൽഫി എടുക്കാം അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന നിപ്പാണ് ഈ കാണുന്നത്. കുറച്ച് പേരെ വിളിക്കുമ്പോൾ കുറച്ച് പേര് പോകും. ഇങ്ങനെ കുറേ നേരം നിന്നു ഒരുമിച്ച് കിട്ടാൻ വേണ്ടി. അവസാനം ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ പറയുകയാണ്, എന്നാൽ പിന്നെ ആ പോത്തിൻ്റെയും കൂടി വീഡിയോ എടുത്തിട്ട് വരാൻ. ഇനി അപ്പുറം വഴി പോയാലേ അതിൻ്റെ മുഖം കിട്ടത്തുള്ളൂ കേട്ടോ. എന്നാ വലുതല്ലേ. പണ്ട് മിഥുൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോത്തിനെ പോലെ സാധനം സൂവിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനുള്ളിൽ ഈ വീടുകൾ പോലെ ഇങ്ങനെ പണിതിട്ടിട്ടുണ്ട്. ഒരു 3-4 ഉണ്ട് കേട്ടോ. താമസമുള്ളതാണോ ആൾക്കാരുള്ളതാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അതിൻ്റെയൊക്കെ മുറ്റത്ത് ഇങ്ങനെ കാണാൻ കൊള്ളാവുന്ന രീതിയിലൊക്കെ ഓരോന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴേ ഒരു പൂച്ച കണ്ടു ഞാൻ. അപ്പോൾ എൻ്റെ ഗ്രാമ്പൂവിനെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. അവളെ വീട്ടിൽ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് പോകാനൊക്കെ എനിക്ക് തോന്നി. കറമ്പനുണ്ട്, ഗ്രാമ്പുണ്ട്. ഇദ്ദേഹമാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയ ആൾ. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, നോക്കിയിട്ട് പറയാം കേട്ടോ. അങ്ങനെ ഞാൻ ആ മിഥുൻ്റെ അല്ലെങ്കിൽ പോത്തിൻ്റെ മുഖം എടുക്കാൻ വേണ്ടി ഫ്രണ്ടിൽ വന്ന് നിന്നു. ഇപ്പോഴാണ് കണ്ടത്. എന്നെ സുന്ദരനാണല്ലേ, അതുണ്ടാക്കിയ ആൾക്കാരെ സമ്മതിക്കണം. പിന്നെ നല്ല പച്ചപ്പാണ് ഒരു ഭാഗം മുഴുവൻ. അവിടെ ചെരുപ്പിട്ട് കയറരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിള്ളേർക്ക് കയറാം, വലിയ കുഴപ്പമില്ല. പ്രായമുള്ളവർ കയറരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കി എന്തൊക്കെ ജീവികളുണ്ടെന്ന്.
ഒരു മാനമ്മയും മാൻ കുഞ്ഞും നിൽക്കുന്നു. അത് മാനച്ഛനായിരിക്കണം. നല്ലൊരു പച്ചപ്പാണ് കേട്ടോ അതിൻ്റെ അകത്ത് മൊത്തം. അങ്ങനെ നമ്മളിത് കയറി വന്ന വഴി അതാണ്. ഇറങ്ങി പോകാനുള്ള പ്ലാനാണ്. വിശപ്പൊക്കെ തുടങ്ങി, ഇനി വെള്ളം പോയി തിന്നണം. പിന്നെ അമ്മമാരെവിടെ പോയാലും കയ്യിലൊരു ടർക്കിയോ ബാഗോ എന്നതിലൊക്കെ കാണും. മഴ ആയതുകൊണ്ട് പിന്നെ കുടയും ബാക്കി. ചുമന്ന് നടന്ന് മടുത്തെൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോ എടുത്ത് ശേഷം നമ്മൾ ആദ്യം കയറി വന്ന ഒരു കാനായിപ്പള്ളി ഉണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ട് വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് നമ്മുടെ കാർ എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പോൾ വണ്ടിക്കകത്ത് പാട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ അകത്തെ വോയിസ് ഒന്നും ഇല്ലാത്ത. അങ്ങനെ ഞങ്ങൾ ഏറ്റുമാനൂരിന് പോവാണ് കേട്ടോ. അവിടെ ഞങ്ങൾ എപ്പോഴും കയറുന്ന ഒരു ഹോട്ടലുണ്ട്, അവിടെ പോകാമെന്ന് കരുതി. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ആയിട്ടുള്ള ഫുഡ് നമുക്കവിടെ കിട്ടും കേട്ടോ. അന്നപൂർണ അസ്റ്റോണിയ. അത് വെജും നോൺ വെജും രണ്ട് സ്ഥലത്താണ് നിൽക്കുന്നത്. നമുക്ക് എവിടെയും വേണ്ടി കയറി ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ ചെറിയ മൂടലൊക്കെ ഉണ്ട്. ഇപ്പോൾ തിരിച്ചിറങ്ങി വരുമ്പോൾ എന്താവുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇനി ഏതായാലും കഴിച്ചിട്ട് തന്നെ കാര്യം എന്ന് കരുതി കയറി. അപ്പോൾ ആദ്യം ഒരിടത്ത് ഇരുന്ന് അവിടെ AC കാരണം എനിക്ക് നല്ല തലവേദനയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടെ നിന്ന് മാറിയിരുന്നു. നോൺ വെജാണ് കയറിയതേ. അപ്പോൾ നോൺ വെജ് ഊണാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനുള്ള വെയിറ്റിങ്ങിലാണ്. ചപ്പാത്തി പറഞ്ഞവരുണ്ട്, പിള്ളേർക്കാണെങ്കിൽ നൂഡിൽസ്, ചോറ്, അങ്ങനെ പോണു കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡൊക്കെയാണ് കേട്ടോ. ഇവിടെ ഒരു മെയിൻ ഐറ്റമുണ്ടേ, പൊറോട്ടയും ചില്ലി ഗോപിയും. എൻ്റെ പൊന്നെ ഒന്ന് കഴിക്കണം. ഭയങ്കര സോഫ്റ്റാണ് ഇവിടുത്തെ പൊറോട്ടയ്ക്ക്. എനിക്ക് എല്ലാം ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. ഇത് കണ്ടോ, എത്ര നേരം പറ്റിയിട്ടാണ് ഇത് ഞാൻ എടുത്തതെന്നറിയോ. അങ്ങനെ ഗ്യാസ് ഇല്ലായ്മയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോഴത്തേനും അടുപ്പിൽ വെള്ളം തിളപ്പിച്ചിട്ട് ആ സ്മെല്ലില്ലേ, അടുപ്പിൽ തിളപ്പിക്കുന്ന വെള്ളത്തിൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ, അത് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇതേ നമ്മുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. നൂഡിൽസ് എത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത പാർക്കിലോട്ട് പോകണം. അപ്പം മഴയാണെങ്കിൽ എന്ത് ആവുമെന്നൊന്നും അറിയില്ല. അതിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ചിക്കൻ നൂഡിൽസ് ആണ് കേട്ടോ. പിള്ളേർക്ക് വെളിയിലോട്ടിറങ്ങി ഇതൊക്കെ മതി. നമുക്ക് ചോറ് തന്നെ കിട്ടണം. എനിക്കങ്ങനെയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പൊറോട്ട ഒന്നും തിന്നാൻ കഴിക്കാൻ തോന്നുന്നില്ല, യാത്രയൊക്കെ ആയതുകൊണ്ടേ. ചെറുതിന് അത് കൂടി കുറച്ച് എടുത്തു കൊടുത്തു. അവൾക്കാണെങ്കിൽ കഴിക്കാൻ കഴിയത്തില്ല കേട്ടോ. അവൾ കുറേ അതും ഇതൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഊണ് കേട്ടോ. മീൻകറിയുണ്ട്, കക്കയിറച്ചി, അവിയൽ, തോരൻ, കുറേ ഉണ്ട്, എന്തൊക്കെയുണ്ട്. പിന്നെ ഒഴിച്ചുകറിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ എല്ലാം ഒന്നും എനിക്ക് പറ്റത്തില്ല കേട്ടോ. സാമ്പാർ, പുളിശ്ശേരിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാങ്ങയും ചെമ്മീനും കൂടി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ പച്ച ചെമ്മീൻ കഴിച്ചിട്ടില്ല. എനിക്ക് പേടിയാണ് കഴിക്കാൻ, വല്ല അലർജി ഉണ്ടാവുമോ എന്നൊക്കെ. അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല. സീക്ക് അതൊക്കെ വാങ്ങിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് കഴിക്കാമായിരുന്നത്. പിന്നെ ആ ഒരു ഭയം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. സാധാരണ ഞാൻ ഇങ്ങനെയല്ല ഫുഡ് കഴിക്കുന്നത്. വീടെടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ സമാധാനത്തോടെ കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ കഴിപ്പെല്ലാം കഴിഞ്ഞ് കൈയും കഴുകി ഇതേ വെളിയിൽ വന്ന് ബാക്കിയുള്ളവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകണമല്ലോ. അപ്പം നോക്കൂ, ഭയങ്കര മഴ. ഇനിയിപ്പോൾ എന്താകുമോ എന്താണേലും ഒരു പാർക്കിൽ കൂടി പോകാനുണ്ട്. അതൊരു പള്ളിയുടെ അടുത്തുള്ള പാർക്കാണ് കേട്ടോ. അതും കൂടി കണ്ടിട്ട് ഏതായാലും പോകുന്നോളെന്ന് വെച്ചു. മഴ കുറയാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അടുത്ത വീഡിയോ ഇതിന് ബാക്കിയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.